മാറ്റിടാം സ്നേഹസാക്ഷിയായി യേശുവേ നിൻ സുഗന്ധമാ. ജെറുസലേമിലെ അടുത്തേക്ക് ശിഷ്യന്മാരുമൊപ്പം യേശു നടന്നു വരികയാണ്. ഇപ്പോൾ തൊട്ടടുത്താണ്. ആ തൊട്ടടുത്തെത്തു നിന്നറിയുമ്പോൾ യേശു ഒരു ഉപമ തൻ്റെ ശിഷ്യന്മാർക്ക് പറയുന്നു. ആ ഉപമ വളരെ വ്യത്യസ്തമാകുന്നത് മറ്റൊരു ഉപമയിൽ നിന്നാണ്. ഒരു യജമാനൻ തൻ്റെ ഭൃത്യന്മാർക്ക് അവരുടെ കഴിവിനനുസരിച്ച് നാണയം നൽകിയിട്ട് പോയത് നാം മുമ്പ് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ക്രിസ്തു അല്പം മാറ്റിപ്പറയുന്നത് ഇങ്ങനെയാണ്: ഒരു പ്രഭു രാജപദവി സ്വീകരിക്കാൻ പോകുന്നതിന് മുമ്പ് അവൻ തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് 10 പേരെ തിരഞ്ഞെടുത്ത് ആ 10 പേർക്ക് അവൻ തൻ്റെ നാണയം നൽകുന്നു. എന്നിട്ട് അവൻ ദൂരദേശത്തേക്ക് രാജപദവി സ്വീകരിക്കാൻ പോവുകയാണ്. ഈ പോകുന്ന പോക്ക് ഭൃത്യന്മാർക്ക് അത്ര പിടിച്ചില്ല. കാരണം അവർക്ക് ഈ യജമാനന്, ഈ പ്രഭുവിന് ഇഷ്ടമില്ല. ആ ഇഷ്ടമില്ലായ്ക കൊണ്ട് തന്നെ അവർ ആഗ്രഹിച്ചത് തിരിച്ച് രാജാവായി ഇയാൾ വരാൻ പാടില്ല. അതുകൊണ്ട് അവർ പിന്നാലെ ഒരു റെക്കമെൻഡേഷൻ ഫോം എഴുതി. ആ റെക്കമെൻഡേഷൻ ഇദ്ദേഹത്തെ രാജാവാക്കരുത് എന്നുള്ള റെക്കമെൻഡേഷനാണ്. തിരിച്ച് ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമില്ല, ഇങ്ങനെ ഇഷ്ടമില്ല എന്ന റെക്കമെൻഡേഷനൊക്കെ എഴുതി ഇവർ പിന്നാലെ ഒരാളെ വെച്ച് ആ കത്ത് എല്ലാവരും കൂടെ ഒപ്പിട്ട് കൊടുത്തു വിടുമ്പോൾ തിരിച്ച് അദ്ദേഹം വന്നത് രാജപദവിയുമായിട്ടാണ്. എനിക്ക് ഒരു പ്രോസസ്സ് അല്പം വ്യത്യസ്തമായി തോന്നി. ഒരു ആ യജമാനൻ തിരിച്ച് വരുമ്പോൾ രാജാവ് വരരുതെന്നൊക്കെ ആഗ്രഹിച്ച് ഈ രാജാവിനെതിരെ തന്നെ അവൻ്റെ ഭൃത്യന്മാർ കളിച്ചൊരു കളിയാണത്. എന്നിട്ടും അവൻ തിരിച്ചു വരുമ്പോൾ അവൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ തന്ന നാണയത്തിൽ നിങ്ങൾ എന്തുമാത്രം അതിന് ബിസിനസ് നടത്തി? ഈ ചോദ്യത്തിനിടയിൽ ചിലരൊക്കെ ബിസിനസ് നടത്തി, അതാണ് വ്യത്യസ്തത. ഒരാൾ മാത്രം നടത്തിയില്ല. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ഈ ഒരു ഉപമയിലുണ്ടായ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ വ്യത്യസ്തതയെക്കുറിച്ചാണ്. എന്തുമാത്രം തൻ്റെ യജമാനൻ തിരിച്ചു വരുന്ന അവർക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. രാജാവായി അവൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും അവൻ നമ്മുടെ മേൽ ഭരണം നടത്തുമെന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. എന്നിട്ടും അവർ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറം അവൻ രാജാവായി തന്നെ തിരിച്ചു വന്നു. ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ. ചില ബന്ധങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ചില മനുഷ്യരൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ ആഗ്രഹിക്കാതെ വന്ന ചില ബന്ധങ്ങളുണ്ട്. അതാണ് നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങളൊക്കെ. ചിലത് ദൈവം നൽകിയ ചില ബന്ധങ്ങളുണ്ട്. അതാണ് വിവാഹത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ബന്ധം, മറ്റ് സുഹൃത്തുക്കളായി നമുക്ക് ലഭിക്കുന്ന ബന്ധം. ഇതൊക്കെ ഇങ്ങനെ വ്യത്യസ്തമായ മാനദണ്ഡങ്ങളിലൂടെയാണ് ബന്ധങ്ങൾ നമുക്ക് വന്നു ചേരുന്നത്. പക്ഷേ ഈ ബന്ധങ്ങൾ വന്നതിന് ശേഷം പിന്നീട് അതിൽ കോംപ്രമൈസ് ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. ഈ ബന്ധങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുവാനും അതിന് വേണ്ടാന്ന് വയ്ക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ല. ആ ബന്ധങ്ങൾ നീതി പുലർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു രാജാവും പ്രജകളുമായി ഉണ്ടാകുന്ന ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർക്ക് താല്പര്യമില്ല, പക്ഷെ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരവരുടെ ഉത്തരവാദിത്തം ചെയ്യണം. ഈ താല്പര്യമില്ല എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ് നടന്നാൽ പിന്നീട് കുറ്റം പറയാൻ മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ. ഇത് എല്ലായിടത്തും നാം ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളൊക്കെ ഒരു ഭവനത്തിലായിരിക്കുമ്പോൾ ചിലപ്പോൾ മക്കളെ നമ്മൾ ഒരുപാട് കുറ്റപ്പെടുത്തും, ജീവിത പങ്കാളിയെ ഒത്തിരി കുറ്റപ്പെടുത്തും, മാതാപിതാക്കളെ ഒത്തിരി കുറ്റപ്പെടുത്തും. ഈ കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് മാത്രം പിന്നീട് തകർന്നു പോകുന്ന ചില കുടുംബങ്ങളും ബന്ധങ്ങളുമുണ്ട്. സ്നേഹമുള്ളവരെ, കുറച്ച് കുറവുള്ള മനുഷ്യരൊക്കെ തന്നെയാണ്. പക്ഷേ അവരെ കുറച്ചും കൂടി പരിഗണിച്ചു തുടങ്ങിയാൽ ആ ഒരു ബന്ധങ്ങളൊക്കെ കുറച്ചും കൂടി സുന്ദരമാകുമെന്ന് തോന്നും. പിന്നീട് നാം കാണുന്നത് ഈ ശിഷ്യന്മാർ കാണിച്ച മറ്റൊരു ഇടപാടാണ്. എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഇഷ്ടമില്ലാത്തത്. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ അവർ ആ നാണയം കൊണ്ട് ബിസിനസ് ചെയ്തു. പക്ഷെ ഒരാൾ മാത്രം ആ ഉള്ളിലെ വൈരാഗ്യം സൂക്ഷിച്ച് അവൻ ബിസിനസ് നടത്തിയില്ല. തിരിച്ച് രാജാവ് വന്ന് ചോദിക്കുന്നത്, നീ എന്തുകൊണ്ട് ബിസിനസ് നടത്തിയില്ല? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. നമുക്ക് നൽകപ്പെട്ട ബിസിനസ് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ഉള്ളിൽ വെറുപ്പുണ്ടായിരിക്കാം, വിദ്വേഷമുണ്ടായിരിക്കാം, പക്ഷെ ഉള്ളിൽ സ്നേഹവും നൽകപ്പെട്ടിട്ടുണ്ട്. ഈ സ്നേഹത്തെ നമ്മൾ ബിസിനസ് ചെയ്യണം, അതിനെ ലാഭം ഉണ്ടാക്കണം, അതിനെ നഷ്ടക്കണക്ക് പിന്നീട് പറയാൻ പാടില്ല. ഈ ഭൂമിയെ വിട്ട് ഒരു നാൾ സ്വർഗത്തെത്തുമ്പോൾ കർത്താവ് നമ്മോട് ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം ഇതന്നെയായിരിക്കും: നിങ്ങൾ നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ കാണിച്ച ഈ കച്ചവടത്തിൽ എന്തുമാത്രം നിങ്ങൾ ലാഭമുണ്ടാക്കി? എത്രത്തോളം ലാഭമുണ്ടാക്കി എന്ന് പറയുന്ന കണക്കനുസരിച്ചായിരിക്കും നമ്മളൊക്കെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. ഈ ലാഭമില്ല, നഷ്ടമാണെന്നൊക്കെ പറയുന്നവർക്കൊക്കെ പിന്നീട് അവർക്കുള്ള ഇടം സുവിശേഷം തന്നെ പറയുന്നുണ്ട്, ഉള്ളതുകൂടി അവൻ എടുക്കപ്പെടും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ കുറച്ച് മനുഷ്യർ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ മനുഷ്യരുടെ ദൈവം നമുക്ക് ബിസിനസ്സായി നൽകപ്പെട്ടത് സ്നേഹമാണ്. ഈ ഉള്ളിലെ സ്നേഹം കൊണ്ട് നാം അവരുമായി ബിസിനസ് നടത്തണം. അങ്ങനെ ആ സ്നേഹം ഇരട്ടിയാക്കണം.
ഒടുവിൽ ഈ ബന്ധങ്ങൾ നൽകിയ ഒരാളുണ്ട്, ദൈവപുത്രൻ. അവനൊരു നാൾ നമ്മുടെ മുമ്പിൽ വരും. ആ സമയത്ത് നമ്മളോട് ചോദിക്കുമ്പോൾ ഈ കണക്കുകളുടെ ലാഭത്തിൻ്റെ കണക്കുകൾ മാത്രം പറയാൻ നമുക്കുണ്ടാകട്ടെ. ഇരട്ടിപ്പിച്ച സ്നേഹത്തിൻ്റെ കണക്കുകൾ പറയാൻ മാത്രം നമ്മുടെ ഉള്ളിൽ ഇടമുണ്ടാകട്ടെ. ഇത്രമേൽ എന്നെ സ്നേഹിക്കാൻ ഞാൻ അത്രമേൽ നിനക്കു പ്രിയനോ. പാപത്തിൻ ചേറ്റിൽ നിന്നെന്നെ പ്രാണൻ നൽകി നാഥ രക്ഷിച്ചു. ഇത്രമേൽ എന്നെ സ്നേഹിക്കാൻ ഞാൻ അത്രമേൽ നിനക്കു പ്രിയനോ. പാപത്തിൻ ചേറ്റിൽ നിന്നെന്നെ പ്രാണൻ നൽകി നാഥ രക്ഷിച്ചു. കാരിരുമ്പിൻ ആണിയേക്കാൾ ആഴമേറും മുറിവേകി ഞാൻ, എങ്കിലും ഈ പാപിയെ നിത്യമായി നീ സ്നേഹിച്ചു. എങ്കിലും ഈ പാപിയെ നിത്യമായി നീ സ്നേഹിച്ചു. കണ്ടു ഞാൻ ആണിപ്പഴുതുകൾ, മുറിവേറ്റൊരാ തിരുഹൃദയവും തിരുമാർവിലെന്നെ ചേർത്തണച്ചതും നിൻ സ്നേഹത്തിൻ ചൂടറിഞ്ഞു ഞാൻ. കണ്ടു ഞാൻ ആണിപ്പഴുതുകൾ, മുറിവേറ്റൊരാ തിരുഹൃദയവും തിരുമാർവിലെന്നെ ചേർത്തണച്ചതും നിൻ സ്നേഹത്തിൻ ചൂടറിഞ്ഞു ഞാൻ. എത്ര നാൾ നാഥാ നിന്നെ മറന്നു പോയി, അത്രമേൽ ശൂന്യമായി എൻ ജീവിതം. നിസ്തുലമാ നിൻ സ്നേഹത്താൽ നിൻ സ്വന്തമായി ഞാനെന്നുമേ. നിസ്തുലമാ നിൻ സ്നേഹത്താൽ നിൻ സ്വന്തമായി ഞാനെന്നുമേ. പോയിടാം സ്നേഹസാക്ഷിയായി യേശുവേ നിൻ സുഗന്ധമായി. ഇല്ല പിന്നിലേക്ക് ഇനി അല്പവും, നിന്നെ എന്നുമേ പിൻഗമിച്ചിടും. പോയിടാം സ്നേഹസാക്ഷിയായി യേശുവേ നിൻ സുഗന്ധമായി. ഇല്ല പിന്നിലേക്ക് ഇനി അല്പവും, നിന്നെ എന്നുമേ പിൻഗമിച്ചിടും. ശക്തമല്ല ഇനി യാതൊന്നുമേ, നിൻ സ്നേഹത്തിൽ നിന്നും വേർപിരിക്കുവാൻ. നിത്യമാ നിൻ സ്നേഹമോ മൃത്യുവേക്കാൾ അതിശക്തമേ. നിത്യമാ നിൻ സ്നേഹമോ
മൃത്യു